തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട് ഇന്ന് ഈ സമയം ആകുമ്പോൾ 7 ദിവസം പിന്നിട്ടു. അതായത് ഒരാഴ്ചയായിരിക്കുന്നു. അത് മാത്രമല്ല, ചരിത്രത്തിലെ ഏറ്റവും മികച്ച സീറ്റ് നൽകിയാണ് കോൺഗ്രസിന് ജനം അധികാരത്തിലെത്തിയത്. തനിച്ച് കോൺഗ്രസിന് 63 സീറ്റ്. ഒരുപക്ഷെ ചില ഘടകകക്ഷികളൊന്നും ഇല്ലെങ്കിലും കോൺഗ്രസിന് ഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഭൂരിപക്ഷമാണ് നൽകിയത്. 2011 ഒരു ഘടകകക്ഷികൾ ഏതെങ്കിലും 2-3 MLA-മാർ മൂത്രമൊഴിക്കാൻ പോയാൽ മന്ത്രിസഭ താഴെ വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇടതുപക്ഷം പറഞ്ഞത്, ഏതെങ്കിലും ഒരു മന്ത്രിമാർ മൂത്രമൊഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കോൺഗ്രസിന് തനിച്ച് ഭരിക്കാൻ, അല്ലെങ്കിൽ കോൺഗ്രസിനും 3-4 63 സീറ്റ് കോൺഗ്രസിനുണ്ട്, 3 സ്വതന്ത്രരുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് വലിയ പ്രതിസന്ധികളൊന്നും ഇല്ലാതെ 5 വർഷം സുഖസുന്ദരമായി ഭരിക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ട് പോലും കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല. ഇത് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും കോൺഗ്രസിന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. 3 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണനയിലുള്ള രമേശ് ചെന്നിത്തല. 2, VD സതീശൻ. 3, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ഈ 3 പേരുകളാണ് നിലവിൽ കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ ഞാൻ വ്യക്തിപരമായി പറയുന്നു, എയോ ബിയോ സിയോ ആര് വന്നാലും എന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ഒരു വിഷയമല്ല. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ കൃത്യമായി അവർ സാമൂഹ്യ മാധ്യമങ്ങൾ അടികൂടുന്നു, തെരുവുകളിൽ പ്രകടനം നടത്തുന്നു, ബാനർ വെക്കുന്നു. ബാനർ ഇപ്പൊ CPM-കാരും വെക്കുന്നുണ്ട്. KC വേണുഗോപാലിനൊക്കെ വേണ്ടി CPM-കാർ പലരും പാർട്ടി മാറി കോൺഗ്രസ് ആയി എന്നൊക്കെയാണ് വാടാനപ്പള്ളിയിൽ നിന്ന് വരുന്ന വാർത്ത. അപ്പൊ അത്തരത്തിൽ എല്ലാവരും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന CPM-കാരും കേരളത്തിൽ ഉണ്ട് എന്നാണ് ഇന്നലെ രാത്രി മുതൽ വരുന്ന വാർത്ത. ഇനിയിപ്പോ അത് AKG സെന്ററിന്റെ നിർദ്ദേശത്തിലാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. പക്ഷെ എന്തായാലും ഈ കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക വോട്ട് ചെയ്ത വോട്ടർമാരെ നോക്കി കൊഞ്ഞനം കുത്തി അവരെ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യല്ലേ? തീർച്ചയായും ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ എനിക്കുള്ള ഒരു സംശയം എന്ന് വെച്ചാൽ 100 സീറ്റിലധികം സീറ്റുമായി UDF അധികാരം, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് VD സതീശൻ പറയുന്നു. കോൺഗ്രസിന് വലിയ വിജയമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം ഉറച്ചു പറഞ്ഞു. എന്നിട്ടും ഇവർക്ക് അറിയില്ലായിരുന്നു അധികാരത്തിൽ വരുമ്പോൾ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന്. അതൊരു ധാരണ നേരത്തെ എത്തണ്ടേ? ഞാൻ പറഞ്ഞത് ഒരാളെയും മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നല്ല. അധികാരത്തിലേക്ക് എത്തിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നൊരു ചർച്ച നേരത്തെ നടത്തിയ ഒരു തീരുമാനത്തിൽ എത്തണമായിരുന്നല്ലോ കോൺഗ്രസിന് അറിയാമായിരുന്നല്ലോ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്ന്, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന്. അപ്പൊ എന്തുകൊണ്ട് അത്തരമൊരു നിലപാട് എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരാഴ്ച തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുനിന്ന് ഒരാഴ്ച കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിൽ പ്രകടനമായി കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങുന്നു. CPM-കാർ വരെ KC വേണുഗോപാലിന് വേണ്ടി ബാനർ വയ്ക്കുന്നു. പിന്നെ മറുവശത്തൊരു കാര്യമുണ്ട് കേട്ടോ, മുഖ്യമന്ത്രിയെ തീരുമാനിച്ചിട്ടില്ല കോൺഗ്രസ് ഇതുവരെ. ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. ഞായറാഴ്ചയും പ്രഖ്യാപനം ഉണ്ടായില്ല. ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ആരെ വേണോ പ്രഖ്യാപിക്കാം. ഞാൻ കഴിഞ്ഞ നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം ലിസ്റ്റിലുള്ള, അല്ലെങ്കിൽ ആദ്യം മുൻഗണനയിലുള്ള ആള് പിന്നിലേക്ക് പോകാം, പിന്നിൽ കിടക്കുന്ന ആൾ മുന്നിലേക്ക് വരാം. പാർട്ടി കോൺഗ്രസ് ആണ്, എന്തും ഉണ്ടാകാം. പക്ഷെ വോട്ടിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കൃത്യമായി പറഞ്ഞത്, നമുക്ക് കിട്ടിയ വിവരപ്രകാരം ഇന്നയാൾ മുഖ്യമന്ത്രി ആകുമെന്നാണ് AICC-യുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞത്. പക്ഷെ പാർട്ടി, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ പാർട്ടി കോൺഗ്രസ് ആണ്, അതുകൊണ്ട് ആരും മുഖ്യമന്ത്രിയാകാം. ഇന്നലെ പ്രഥമ പരിഗണന അദ്ദേഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും ഈ സമയം വരെ നമുക്ക് ലഭ്യമാകുന്ന വിവരം അത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അത് നമുക്ക് പറയാം. അതിന്റെ ആധികാരികത നമ്മൾ പരിശോധിച്ച ശേഷം നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കും. അല്ല, ഇങ്ങനെ ഈ പാർട്ടിയിൽ തമ്മിൽ തല്ലി സാധാരണക്കാരെ, ഞാൻ പറയുന്നത് ഈ 3 ഗ്രൂപ്പുകൾ, അല്ലെങ്കിൽ 3 നേതാക്കളുമായി അടുത്ത ബന്ധമില്ലാത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്നത് സാധാരണക്കാരായ കോൺഗ്രസുകാർ, കോൺഗ്രസ് എന്ന പാർട്ടിയെ സ്നേഹിച്ചവർ, 10 വർഷത്തിനിപ്പുറം കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചവർ, പിന്നെ നിഷ്പക്ഷരായ ജനങ്ങൾ. പിണറായി വിജയൻ ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി, കോൺഗ്രസിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആകട്ടെ എന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. അപ്പൊ കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി, ജനാധിപത്യ പാർട്ടിയാണെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ 7 ദിവസമായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പരാജയമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വീഴ്ചയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ മാനേജ്മെന്റ് വളരെ കൃത്യമായി കോൺഗ്രസ് നടത്തി. 100ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. നല്ല രീതിയിൽ പ്രചരണം നടക്കുന്നു. വിമതരെ ഒന്നും ഇല്ലാതെ തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസിലെ സാധാരണ പോര് ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട പാർട്ടിക്ക് വിജയിച്ചു. അതും ഇത്രയും വലിയ വിജയം. 102 സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോ ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ പരാജയമാണെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ എന്താണ് ഇത്രത്തോളം ചർച്ച നടത്തുന്നു? മറുവശത്തൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളതും ഒരു ചോദ്യമായിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കാൻ ഇടതുമുന്നണിക്കും കഴിയുന്നില്ല, മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്കും കഴിയുന്നില്ല. തീർച്ചയായും AKG സെന്ററിൽ നിന്നുള്ള വാർത്തയ്ക്ക് വേണ്ടി കാതോർക്കുകയാണ്. പക്ഷെ നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം മുഖ്യമന്ത്രി
കട്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ചടുലമായ ചർച്ച ഡൽഹിയിൽ നടക്കുകയാണ്. രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തമിഴ്നാട്ടിലായിരുന്നു. മല്ലികാർജുൻ ഖാർഗെ ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹമാണ് AICC പ്രസിഡന്റ്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി മുതിർന്ന നേതാവായ AK ആന്റണിയുമായി സംസാരിച്ചു. AK ആന്റണിയുമായി സംസാരിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി കോൺഗ്രസ് പ്രവർത്തകർ കാത്തിരിക്കുകയാണ് ആ സത്യപ്രതിജ്ഞ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആധികാരികമായി പറയുന്നു, സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകും. വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആദ്യമായി കേരളത്തിലെ ഒരു വാർത്താ മാധ്യമം പുറത്തുവിടുകയാണ്. ഈ വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ KC വേണുഗോപാൽ ആയാലും രമേശ് ചെന്നിത്തല ആയാലും VD സതീശനായാലും നിഷ്പക്ഷരായ, ഞാൻ പാർട്ടി പറയുന്നില്ല, നിഷ്പക്ഷത ആൾക്ക് ഇവർ 3 പേരും മുഖ്യമന്ത്രി ആരായാലും ഒരുപോലെയാണ്. അവരാഗ്രഹിച്ചത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, ഐക്യജനാധിപത്യ മുന്നണിയുടെ മന്ത്രിസഭ, ഇതല്ലേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല? ഈ 3 നേതാക്കളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണോ? തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ ചോദിക്കുമ്പോൾ ടീം UDF ഇപ്പോൾ എവിടെയെന്ന് ജനങ്ങൾ ചോദിക്കുന്നത്, ടീം UDF മാറ്റി നിർത്തിയാൽ കോൺഗ്രസിന് കൃത്യമായ കെട്ടുറപ്പുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് ഇത് സംബന്ധിച്ച ചർച്ച വേഗത്തിലാക്കാൻ AICCയോട് പറയുന്നില്ല എന്നൊരു ചോദ്യം സാധാരണക്കാരായ പ്രവർത്തകർ ഉന്നയിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഐക്യം തകർന്നോ എന്നുള്ള ചോദ്യം പോലും ഉണ്ടല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയേക്കാൾ കോൺഗ്രസിനാണ് ഇതിൽ ഉത്തരവാദിത്വം. കാരണം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ആണ്, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമാണ്. ഇവിടെ ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുകയാണ്. ഞാൻ AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദേവാദാസ് മുൻഷി പറഞ്ഞൊരു വാക്കുണ്ട്, 23 വരെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കാനുള്ള സമയമുണ്ടല്ലോ. അത് കേരളത്തിലെ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്നതാണെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. അല്ല, അത്രയും സമയമുണ്ടെങ്കിൽ 23 വരെ ചർച്ച ഇങ്ങനെ പോകട്ടെ എന്നാണ്. കാരണം അവർ അതിന് മറുപടി, കാരണം ഒരു ഉത്തരവാദിത്തമുള്ള കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന നേതാവിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വർത്തമാനമല്ല ദേവാദാസ് മുൻഷി പറഞ്ഞതെന്ന് വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കുള്ളത്. കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്താണെന്ന് എനിക്കറിയില്ല. അത് മാത്രമല്ല, കുറെ കാര്യങ്ങൾ തീർക്കാണ്ട്. മഴ വരാൻ പോവുകയാണ്, കേരളത്തിൽ കാലവർഷം വരാൻ പോകുകയാണ്. അതോടൊപ്പം റോഡ് ഗതാഗതം, നമുക്ക് കാലവർഷത്തിന് മുന്നോടിയായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കണം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. അതിനേക്കാൾ എല്ലാം വലിയൊരു കാര്യമുള്ളത്, പുതിയ അധ്യയന വർഷം തുടങ്ങാൻ പോകുകയാണ്. പല വിദ്യാർത്ഥികൾക്കും ഇവിടെ പുസ്തകം എത്തിയിട്ടില്ല. അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കേരളത്തിൽ നടപ്പിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പുതിയ മന്ത്രിസഭ വരാതെ എങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യം കേരളത്തിലെ കോൺഗ്രസിന് വോട്ട് ചെയ്ത ആളുകൾ ചോദിക്കാൻ തുടങ്ങി. അധികാരത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ, തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ കോൺഗ്രസ് പറഞ്ഞ, അല്ലെങ്കിൽ ടീം UDF പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും വ്യക്തമായ പ്ലാൻ ഉണ്ട്, ഞങ്ങൾക്ക് ബദൽ പദ്ധതികളുണ്ട്. മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാതെ ഈ ബദൽ പദ്ധതികളുമായി ഇവർ എങ്ങനെ മുന്നോട്ട് പോകാൻ? തീർച്ചയായും ഇന്ദിരാ ഗ്യാരണ്ടി ഇവിടെ മാറ്റിവെക്കട്ടെ. ഇന്ദിരാ ഗ്യാരണ്ടി ഇന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും കേരളം അങ്ങ് ഇടിഞ്ഞു പൊളിയൊന്നുമില്ല, അല്ലെങ്കിൽ മന്ത്രിസഭ താഴെ വീഴുന്നില്ല. അത് 2 മാസം കഴിഞ്ഞാലും കുഴപ്പമില്ല. 5 വർഷത്തേക്കാണ് ജനങ്ങൾ ഈ സർക്കാരിനെ തിരഞ്ഞെടുക്കുക. പക്ഷേ പുതിയ അധ്യയന വർഷം കേരളത്തിലെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ്. അവിടെ പുതിയ അധ്യയന വർഷത്തേക്ക് കുട്ടികൾ പിഞ്ചു കുരുന്നുകളടക്കം ചുവടെടുത്ത് വെക്കുമ്പോൾ, കാലെടുത്ത് വെക്കുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് പുതിയ സർക്കാരിന്റെ ബാധ്യതയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ചില്ല എന്ന് വെച്ച് മഴ വരാതിരിക്കില്ലല്ലോ. തീർച്ചയായും. അതോടൊപ്പം തന്നെ പുതിയ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലംസം ഗ്രാൻഡും സ്കോളർഷിപ്പും മുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതിന് പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ അതിന് ഒരു തീരുമാനം എടുക്കേണ്ട വകുപ്പുണ്ട്. അതോടൊപ്പം തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം, കേരളം നമുക്ക് കണ്ടതാണ്. നിപ്പ, എലിപ്പനി, അമീബിക് മസ്തിഷ്കജ്വരം, നിരവധിയായ രോഗങ്ങൾ കേരളത്തെ താണ്ഡവമാടിയപ്പോൾ അതിനെതിരെ പ്രതിരോധം തീർത്ത മണ്ണാണ് കേരളം. ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരോഗ്യ മേഖല കാര്യക്ഷമമായി മുന്നോട്ട് പോകണം. കഴിഞ്ഞ സർക്കാരിനെതിരെ കേരളത്തിൽ വരുന്ന ഏറ്റവും വലിയ പ്രതിഷേധം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരണം. വോട്ട് ചെയ്ത ജനങ്ങളെ കൊണ്ട് തിരിച്ചു കുത്തുന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരപ്രകാരം വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ സത്യപ്രതിജ്ഞ ഉണ്ടാവും. കേരളത്തിൽ ആദ്യമായി ഒരു വാർത്താ മാധ്യമം ഈ വാർത്ത പുറത്തുവിടുകയാണ്. വ്യാഴാഴ്ചയോ ശനിയാഴ്ചയോ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.